പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ രാത്രി കരിമീൻ ഒരു വല നീട്ടി നോക്കാൻ പോകാം. രാവിലെ വലിക്കത്തുള്ളൂ. ഇപ്പോൾ ഒന്ന് നീട്ടി നോക്കി മീൻ കിട്ടുമോ എന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഫുള്ള് ചെടിയാണ്. വെള്ളം തീരെ കുറവായിട്ട് വെള്ളം പോകത്തില്ല കഴിഞ്ഞായിരുന്നു. രാവിലെ വല വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നും വെള്ളം തീരെ കാണും. വെള്ളത്തിൻ്റെ ആകെ നമുക്ക് താഴോട്ട് നോക്കി കാണാം. തീരെ വെള്ളമില്ല. ാണ് നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ കരുതി കിട്ടുന്നത്. അതൊക്കെ നമുക്ക് പോകണമെന്നുണ്ട്. പക്ഷേ അവിടെ വെള്ളയിലത് വല വരയ്ക്കാൻ പറ്റില്ല. രാവിലെ ആകുമ്പോൾ മൊത്തം വെള്ളം കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി. താഴോട്ട് നിർത്തുകയുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ വെള്ളമില്ല. ഇച്ചിരി വെള്ളമേ ഉള്ളൂ. ഇച്ചിരി ഇവിടെ ഒരു ചെറിയൊരു വാച്ചാല് പോലെ ഉണ്ട്. വെള്ളം ഒഴുകുന്നൊരു കുഴി. നമ്മൾ ആ ഒരു കുഴിയിലാണിപ്പോൾ വല നീട്ടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ആകുമ്പോൾ ഇറക്കം പറ്റുമ്പോഴത്തേക്ക് അപ്പുറം വെള്ളം കാണുന്നു. അപ്പോൾ ഈ കുഴി മാത്രമേ ഇച്ചിരി വെള്ളം കാണത്തുള്ളൂ. പക്ഷേ ആ ഒരു ഉദ്ദേശത്തിനാണ് വലയിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 സൈസ് വല ഇടുന്നുണ്ട്. 50-ൻ്റെയും 60-ൻ്റെയും വലയായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ വലക്കകത്ത് ചെറിയ കരിമീൻ കൊള്ളത്തി വലിയ കണമ്പൊക്കെ ഉണ്ടാക്കി കിട്ടും. വല ഇച്ചിരി പഴയ വല. ഇവിടെയൊക്കെ സുനാമിക്ക് മുമ്പൊക്കെ ഭയങ്കര ആഴമുള്ള കാലമായിരുന്നു. സുനാമി കഴിഞ്ഞതിന് ശേഷം എക്കൽ അടിയാൻ തുടങ്ങിയതിന് ശേഷം ഒരു തുള്ളി ആഴമില്ല. ഫ്രണ്ട്സ്, നമ്മൾ വല നീട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു വെളുപ്പിനൊരു 5 മണി കഴിഞ്ഞിട്ട് വല എടുക്കും. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാം. അന്നേരം അറിയാം മീൻ എന്തെങ്കിലും നമുക്കുണ്ട് അറിയാം. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അന്നേരം നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ വല വെച്ചിട്ട് വീട്ടിലേക്ക് പോകും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ രാത്രി കരിമീൻ ഒരു വല നീക്കിയായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് വലിച്ചു നോക്കാം. വല വലിക്കാനായിട്ട് പോവുക. ചെറിയൊരു കരിമീൻ പള്ളത്തി വരുന്നുണ്ട്.
ഒരു വലിയൊരു കരിമീൻ കിട്ടിയിരിക്കുന്നു. ഒരു കരിമീൻ്റെ അതിനകത്തുണ്ട്. അച്ഛൻ്റെ കാലിന്റെ പറ്റിയ ഒരു കരിമീൻ, കരിമീൻ, വലിയൊരു കരിമീൻ കിട്ടിയിരിക്കുന്നു. അച്ഛൻ്റെ ഇല്ലേ ഇവിടെ രണ്ടെണ്ണം പെട്ട അമ്മാച്ചി കടുമാണാശ. എന്തുവാ കിട്ടിയ? അച്ഛോ കട്ടിയാണോ? പിച്ചാത്തി പിടിച്ച് അച്ഛോ പിച്ചാത്തി പിടിച്ചെടുത്ത് നമ്മളെ പിച്ചാത്തി വരെ ഞണ്ട് കടിച്ചു പിടിച്ചിരിക്കുക. കൊണ്ട് വെച്ചു കൊടുത്ത പിച്ചാത്തി വരെ ഞണ്ട് ഞാൻ വെട്ടിക്കളയാൻ കൈ കൊണ്ട് വെച്ചാൽ അവസ്ഥ കിട്ടാം. പണി തരും നമുക്ക്. കടിച്ച് കീറിക്കളയും നമ്മളെ. കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ. 4 വലിയ കരിമീൻ കിട്ടിയിട്ടുള്ളൂ. നമുക്കിനി അത് നമുക്ക് ഹാർബറിൽ കൊണ്ട് കൊടുക്കാം. എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഞണ്ട് കൊടുത്തേ 600 രൂപ 600 600 600 650 650 550 550 600 600 650 650 650 650 650 കരിമീൻ്റെ കാശ് 650 2 650 രൂപ 650 രൂപ 650 രൂപ 700 അല്ലേ 650 650 വിളി 650 700 2 രണ്ടിനായിട്ടില്ല 700 750 2 കരിമീൻ ഫ്രീ 750 രൂപ 750 വിളി 750 വിളി 750 വിളി 750 രൂപ 750 കരിമീൻ വേണ്ട രൂപ 750 വിളി 750 രൂപ കരിമീൻ ഞണ്ട് 750 വിളി 750 വിളി 750 വിളി 750 വിളി 750 വിളി 750 വിളി 750 രൂപ 750 കരിമീൻ ഞണ്ട് 750 വിളി 750 വിളി 750 ഉണ്ടാ 750 വിളി 750 വിളി